ഇപ്പോ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി തന്നെ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, പുള്ളിക്കാരത്തി രേണു സുധിയുടെ ഡ്യൂപ്പാണ്, പലരും പറയുന്നുണ്ട് എന്നൊക്കെ. എന്തുമാത്രം ആത്മാഭിമാനത്തോടു കൂടിയാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? അപ്പൊ എന്തെങ്കിലും പുള്ളിക്കാരത്തി പറയുന്നത് നമ്മുടെ രേണു സുധിയുടെ വലിയൊരു ഫാൻ ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കണം ഒരു പക്ഷേ ഫാൻ ആയിട്ടുള്ളതെന്ന്. അപ്പൊ ഈ ഒരു പുള്ളിക്കാരത്തിയും ഇനി സബ്സ്ക്രിപ്ഷനിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മുതുക്ക് സാധനങ്ങൾ വരെ സബ്സ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മുതുക്ക് മുറ്റിയ ഒന്നിനും കൊള്ളാത്ത കുറെ എണ്ണം ഉണ്ട്. കാരണം പിന്നീട് അവർക്ക് ശരിക്കും അധ്വാനിച്ച് ജീവിക്കാൻ വയ്യ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു വ്യഭിചാരശാലയെന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ വന്നിരുന്നാൽ ഓൺലൈനായിട്ട് വ്യഭിചരിച്ച് പണം ഉണ്ടാക്കാം. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മോശക്കാരാവും. ശരിക്കും ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്ന തോന്നിയാസങ്ങളെയൊക്കെ അടിച്ചു മടക്കി കാറ്റിൽ ചുരുട്ടി ദൂരെ എറിയേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് ഓർക്കുക, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, നിനക്കൊരിടത്ത് ഒരു മൂലയ്ക്ക് ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ, നീ പോയി നിനക്ക് പറ്റാത്തതിന്റെ ഇതാണല്ലോ എന്നൊക്കെ പറയേക്കും. പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന് ബോഡി ഷേമിങ് ചെയ്യേക്കും. അപ്പോൾ ഈ ബോഡി ഷേമിങ് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭാരതമാണ്, ഭാരതീയ സംസ്കാരം എന്നുള്ള ഒന്നുണ്ട്. അത് മറന്നു പോകുന്നത് കുറച്ച് കഷ്ടമാണ്. ശരിക്കും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി എന്തിനും ഏതിനും തയ്യാറായിട്ട് വന്ന് നിൽക്കുന്ന മൂദേവികൾക്ക് സംസ്കാരമൊന്നും ഒരു വിഷയമല്ല. ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ടയാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഒരുപാടുള്ള നാടാണിത്. നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ നമ്മുടെ രാജ്യത്തിലുള്ളവരെ വെല്ലുവിളിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല.